ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ് കരുതേണ്ടത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് സണ്ണാണ്, അത് റിവേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇവിടെ എംപ്രസ് ആണ് കിട്ടിയിട്ടുള്ളത്. ക്യൂൻ ഓഫ് വാൻസ്, സോറോ എന്നാണ് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് സ്വാർട്സ് കാർഡ്, മെറ്റീരിയൽ ഹാപ്പിനെസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. 9 ഓഫ് കപ്സ് കാർഡ്, ഇവിടെ 4 ഓഫ് സ്വർട്സ് കാർഡാണ്. മെറ്റീരിയൽ സക്സസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 6 ഓഫ് പെൻഡക്കിളാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾ. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ കാർഡിൻ്റെയും മീനിങ് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കായിട്ട് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഓരോ കാർഡ് എടുക്കാൻ പോവാണ്, കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാണ്. ആദ്യത്തെ കാർഡ് സണ്ണാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സൺ കാർഡ് എന്താണ് പറയുന്നത് നോക്കാം. കാണുന്നില്ലേ? ഇവിടെ നിങ്ങളുടെ എനർജിയാണ് സൺ കാർഡ് റിവേഴ്സ് വന്നുകൊണ്ട് കാണിക്കുന്നത്. നിങ്ങളിൽ ഒരു സംശയത്തെയാണ് കാണിക്കുന്നത്, നെഗറ്റീവ് ചിന്തകളെയാണ് കാണിക്കുന്നത്, നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് ഈ കാർഡ് പറയുന്നത്. സെൽഫ് ഡൗട്ട്, നിങ്ങളെ തന്നെ സംശയിക്കുകയാണ്. ഇവിടെ ഒരു കോൺഫിഡൻസ് കുറവാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമോ എന്നുള്ള സംശയത്തെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, നിങ്ങൾ നെഗറ്റീവ് ചിന്തകൾ വരുന്നുണ്ട്. നമ്മൾ എത്ര കണ്ട് പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ എൻ്റെ പേഴ്സണിലേക്ക് വരുമോ എന്നുള്ള സംശയവും നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾ കൊണ്ടുവരുന്നു. ഇൻസ്പിറേഷൻ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഇൻസ്പിറേഷൻ കിട്ടാത്തതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഡിലേ കൊണ്ടുവരുള്ളൂ. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവിന് ഒരു കാലതാമസം കൊണ്ടുവരിക. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. പോസിറ്റീവ് തിങ്കിങ് വേണം. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കൂ. ആർക്കൊക്കെയാണോ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് സംശയമുള്ളത്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് സംശയമുള്ളത്, നിങ്ങളോടാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ സംശയിച്ചു കഴിഞ്ഞാൽ, നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനുള്ള ഡിലേ ആണ് കാണിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് നോക്കൂ. ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്യൂൻ ഓഫ് പെൻഡക്കിളാണ്. കാണുന്നില്ലേ? നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് സംശയിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് ചിന്തകൾ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹീലിംഗ് ആണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ആരോടും ദേഷ്യം വൈരാഗ്യം പാടില്ല, നിങ്ങളുടെ പേഴ്സണോട് ദേഷ്യം വൈരാഗ്യം പാടില്ല. നിങ്ങൾ മനസ്സിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക, ഹീലിംഗ് ചെയ്യുക എന്ന് പറയുന്നു. ഇവിടെ സെൽഫ് മെയ്ഡ് പേഴ്സൺ ആയ നിങ്ങളെയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ്സിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഏതൊരു കാര്യമാണെങ്കിലും അട്രാക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ മെഡിറ്റേഷൻ ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളെ തന്നെ നിങ്ങളെന്ന് കാണുക. ഇവിടെ നെഗറ്റീവ് ചിന്ത വന്നു കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിനും തടസ്സമാണ് കാണിക്കുന്നത്. നിങ്ങൾ പോസിറ്റീവ് ചിന്തകൾ, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവന്നുകൊണ്ട് എന്നിലേക്ക് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു എന്ന് കരുതുക, സാധിച്ചു എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് യൂണിവേഴ്സ് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള അബണ്ടൻസ് ആണ്, സ്ട്രെങ്ത് ആണ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാമെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഹീലിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് ആണ്, അബണ്ടൻസ് ആണ്, നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പിനെ കുറിച്ചും ഈ കാർഡ് പറയുന്നുണ്ട്. അത്രയേറെ ഹാപ്പി ആവാൻ പോകുന്ന നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഹാപ്പി മൊമെൻറ്റ്സ് ആണ് കാണിച്ചു തരുന്നത്. അതിന് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എന്താണ്? ഹീലിംഗ് തന്നെയാണ് എന്ന് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുകയാണ്. നെക്സ്റ്റ് കാർഡ് കാണുന്നുണ്ടോ? നോക്കൂ, മെറ്റീരിയൽ സക്സസ്.
6 ഓഫ് പെൻറ്റക്കിൾ ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഇവിടെ 2 വഴികളിൽ നിന്ന് നിങ്ങൾക്ക് അബഡൻസ് വരുന്നുണ്ട്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ കരിയർ ആയിരിക്കാം. 2 വഴികളിലൂടെ, 2 വ്യക്തികളിലൂടെ നിങ്ങൾക്ക് വരുന്ന ഒരു ഹെൽപ്പിനെ, ഒരു സഹായത്തെ, അബണ്ടൻസിനെയാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടാൻ പോവുകയാണ്. ഇവിടെ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളിലേക്ക് കിട്ടാൻ പോവുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ അവേക്കനിങ് ആണ് കാണിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് ഒരു ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആ വ്യക്തികളെ സഹായിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ, നിങ്ങളോട് വ്യക്തികൾ സഹായം ചോദിക്കുകയാണ്, ഒരു ഹെൽപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾ അവരെ സഹായിക്കുന്നു, ഒരു ബാലൻസ് കൊടുക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ഫിനാൻഷ്യൽ പരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മെൻ്റലി അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ മനസ്സിനെ യൂണിവേഴ്സ് കാണുന്നുണ്ട്. ആ ഒരു മനസ്സിനെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവരികയാണ്. ഇവിടെ നിങ്ങളിലേക്കും ഒരു ബാലൻസ് യൂണിവേഴ്സ് തരുന്നുണ്ട്. പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കുള്ള പ്രതിഫലം യൂണിവേഴ്സ് തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടേ? ഗ്രാറ്റിറ്റ്യൂഡ്. അതിനേക്കാളും വേറൊരു കാര്യം ചെയ്യാനില്ല. എനിക്ക് വന്നിട്ടുള്ള അബണ്ടൻസിന്, എനിക്ക് വന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് 4 ഓഫ് സ്വാർട്സ് കാർഡാണ്. നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അവർ അതിയായി ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത് അവർക്ക് ഒരു റെസ്റ്റിൻ്റെ ആവശ്യകതയുണ്ടെന്ന് പറയുന്നു. അവരുടെ മനസ്സിനെ അവരുടെ കൺട്രോളിലേക്ക് കിട്ടാത്തൊരവസ്ഥയാണ് കാണിക്കുന്നത്. ഇവിടെ എനർജി ലാക്കാവുന്നു എന്നാണ് പറയുന്നത്. എനർജി നഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് കാണിക്കുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവർ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അവരൊരു ചെറിയൊരു ഹോളിഡേ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ബ്രീഫ് ഹോളിഡേ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അവർ വേദനിക്കുന്നുണ്ട്. ഇവിടെ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഹീലാകുന്നുണ്ട്, നിങ്ങളോട് ചെയ്ത് തെറ്റെന്തെന്ന് ഓർക്കുന്നുണ്ട്. ഇവിടെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് രാത്രി കാലങ്ങൾ പോലും അവരുടെ മനസ്സ് സ്വസ്ഥത കിട്ടുന്നില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മുന്നിലേക്ക് വാളിങ്ങനെ കയറി വരികയാണ്, വേദന അങ്ങനെ കയറി വരികയാണ്. ഏതു സൈഡിൽ നിന്ന് നോക്കിയാലും നഷ്ടപ്പെടുത്തിയതിലുള്ള വേദനയാണ് കാണിക്കുന്നത്. അവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള റിയാലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ നിങ്ങളെക്കുറിച്ച് അതിയായി ചിന്തിച്ചിട്ടുണ്ട്, അത്രയേറെ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാർഡ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് കാണുന്നുണ്ടോ? മെറ്റീരിയൽ ഹാപ്പിനെസ് ആണ്. 9 ഓഫ് കപ്സ് കാർഡാണ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചുവരവ് തന്നെയാണ് ഇവിടെ ഗിഫ്റ്റായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങൾ അവരുമായിട്ടുള്ള നല്ല നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. എബഡൻസ് ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുരോഗതി തന്നെയാണ് പറയുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഡിസയറാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ തയ്യാറായിക്കോളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്കുള്ള ഗിഫ്റ്റ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്, ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ലതുപോലെ മിസ് ചെയ്തു എന്ന് 4 ഓഫ് സോർട്സ് കാർഡ് പറഞ്ഞു. ഇപ്പോൾ 3 ഓഫ് സോർട്സ് കാർഡും പറയുന്നത് അത് തന്നെയാണ്. പെയിൻഫുൾ ആണ്, ഹേർട്ട് ബ്രോക്കൺ ആണ്. നിങ്ങൾ നഷ്ടപ്പെടുത്തിയതിൽ അത്രയേറെ ബിറ്റർനെസ് ആണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം നൈറ്റ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ അവരൊത്തിരി വേദനിച്ചു, കരഞ്ഞു എന്നാണ് പറയുന്നത്. അവർ വേദനിക്കുന്നു എന്ന് പറയുന്നത് തിരിച്ചറിവ് വന്നുകൊണ്ടാണ്. അവരാണ് ഈ റിലേഷൻഷിപ്പിൽ തെറ്റുകാരെന്ന് അവർ മനസ്സിലാക്കുമ്പോഴാണ്. ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് അവർ ഹീലാവട്ടെ. അവർക്കല്ലേ നിങ്ങളെ മിസ് ചെയ്യുന്നേ. നിങ്ങൾ എത്ര കണ്ട് അവരെ മിസ് ചെയ്തിട്ട് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നിമിഷം അവരിലേക്കാണ് മാറ്റം വന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങളെ അത്രയേറെ മിസ് ചെയ്യണം. നിങ്ങളുടെ സൈലൻസ് എന്ന് പറയുന്നത് അവർക്കൊരു വേദന ഉണ്ടാക്കണം. കാരണം നിങ്ങളുടെ വാല്യൂ ആണ് അവിടെ മനസ്സിലാക്കപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് കാർഡ്സ് പറയുന്നത്. ഹാർട്ട് അത്ര കണ്ട് വേദനിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് വാൻസ് കാർഡാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. അവരെടുക്കാൻ പോകുന്ന ഒരു ആക്ഷനെയാണ് വാൻസ് കാർഡ് പറയുന്നത്. ക്രിയേറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. കോൺഫിഡൻസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബോൾഡായിട്ടുള്ള എക്സ്പ്രഷനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരിലെ പവറിനെ, അവരെടുത്ത തീരുമാനത്തെ ഉറച്ച തീരുമാനമാണെന്ന് പറയുന്നു.
ഇവിടെ അവർ ഹാർട്ട് കണക്ട് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. അവരുടെ ആഗ്രഹം, അവരുടെ ഡിസയർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്ന് കാർഡ്സ് പറയുന്നു. ഇവിടെ നിങ്ങൾ ഭയക്കേണ്ട എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് മടങ്ങി വന്നാലേ അവർ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവർക്ക് കിട്ടുള്ളൂ എന്ന് അവർ തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എന്താണ്? ദ എംപ്രസ് ആണ്. ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത്, ഡിവൈൻ കണക്ഷനാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അവർക്ക് ഒരു ഉണർവ് നൽകി, അവർക്ക് ഒരു അവസരം നൽകി എന്നാണ് പറയുന്നത്. ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനുള്ള ആ ഒരു തീരുമാനം എങ്ങനെയാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്? നിങ്ങളുടെ മാനിഫെസ്റ്റിംഗ് പവറാണ്. നിങ്ങൾ ആഗ്രഹം യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. ഇവിടെ എബഡൻസ് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അൺകണ്ടീഷണൽ ലവ് ആണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവരുടെ മൈൻഡ് എന്ന് പറയുന്നത്, അവരുടെ ബോഡി എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്നാണ് അവർക്ക് എല്ലാ രീതിയിലും ഒരു സപ്പോർട്ടും കെയറും എല്ലാം കിട്ടിയിട്ടുള്ളത്. ഇവിടെ തിരിച്ചറിവ് തന്നെയാണ് കാണിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നടന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. റിച്ച് ഫ്യൂച്ചർ ആണ് ഇവിടെ കാണിക്കുന്നത്. അബണ്ടൻ്റ്ലി റിച്ച് ഫ്യൂച്ചർ, പുരോഗതി തന്നെയാണ്. എല്ലാ രീതിയിലും നിങ്ങൾക്കുള്ള സക്സസ് എന്നാണ് ഈ കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണെന്ന് ഞാനും പറയുകയാണ്. നമുക്ക് ഓരക്കൽ ഡെക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന കാര്യം, അവരുടെ മനസ്സിലുള്ള കാര്യത്തെ നമ്മൾ കാർഡ്സിൽ നോക്കുകയാണ്. absence, reunion, habits, gossip, ego, ment, soul contract, ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ആബ്സെൻസ് എന്നാണ്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. അപ്പോൾ നിങ്ങളില്ലാതെ അവിടെ ഒരു ഭാഗം തന്നെ ഇല്ലാതായി എന്നാണ് അവർ പറയുന്നത്. നിങ്ങളില്ലാത്ത ലൈഫ് അവർക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. നിങ്ങളെ എത്ര കണ്ട് മിസ് ചെയ്യുന്നു. അവരുടെ ലൈഫ് തന്നെ ഇല്ലാതായി പോകുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. റിയൂണിയൻ എന്താണ് പറയുന്നത്? വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പ്രണയം എന്ന് പറയുന്നത് ഇവിടെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് റിയൂണിയൻ കാർഡ് പറയുന്നത്. തിരിച്ചു വരും എന്നാണ് പറയുന്നത്. ഹാബിറ്റ്സ് കാണുന്നുണ്ടോ? ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നവർ ചിന്തിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നവർ ചിന്തിക്കുകയാണ്. മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്കറിയാം. നമുക്ക് വിഷമമുണ്ടായിട്ടുണ്ട്, നമ്മൾ അത്ര കണ്ട് വിഷമിച്ചിട്ടുണ്ട്. മാറ്റം വന്നിട്ടില്ല അല്ലേ? നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഗോസിപ്പ് എന്നാണ്. കാണുന്നില്ലേ? ഐ എം അഫ്രൈഡ് ഓഫ് വാട്ട് അതർ പീപ്പിൾ വിൽ തിങ്ക്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നാണ് ഞാൻ ഭയപ്പെട്ടിരുന്നത് എന്നവർ പറയുകയാണ്. അപ്പോൾ ഗോസിപ്പിനെ തന്നെയാണ് അവർ ഭയപ്പെട്ടിരുന്നത്, മറ്റുള്ളവരെയാണ് ഭയപ്പെട്ടിരുന്നത്. ഈഗോ, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഈഗോ. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദി വേ ഓഫ് അവർ കണക്ഷൻ. ഇവിടെ അവർ അഭിമാനമാണ് അവർ പന്തയം വെച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പന്തയം വെച്ചിട്ടുള്ളത് എന്നവർ ചിന്തിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ അറിയപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളും അവരും നോക്കുമ്പോൾ ഒരുപാട് അന്തരങ്ങൾ ഉണ്ടാവാം. ആ ഒരു കാര്യത്തെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ
നിങ്ങളിന്ന് മാറിപ്പോയിട്ടുള്ളത്? നോക്കാം. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കേട്ടോ. ഏത് കാര്യത്തിനാണോ മാറിപ്പോയിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരിക തന്നെയാണ് കാണിക്കുന്നത്. മെൻ്റ് എന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ഐ വാണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. ഈ ഒരു ബന്ധം ഫിക്സ് ചെയ്യാനായിട്ട്, ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നത്. ഇന്ന് സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളല്ല അവരുടെ അടുത്തേക്ക് പോയിട്ടുള്ളത്, അത് നിങ്ങളല്ലേ എല്ലാത്തിലും എഫേർട്ട് എടുത്തിട്ടുള്ളത്. ഇന്ന് തിരിച്ചാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല. അതാണ് ഇവിടെ മെൻ്റ് കാർഡും റിയൂണിയൻ കാർഡും കിട്ടിയിട്ടുള്ളത്. ഒരുമിച്ചാണ് കിട്ടിയിട്ടുള്ളത് ഒരു റീഡിങ്ങിൽ. സോൾ കോൺട്രാക്റ്റ് എന്നാണ് കാർഡ് പറയുന്നത്. എന്താണ് പറയുന്നത്? ദ ലെസൺ ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൺ. ഒരുപാട് പാഠങ്ങൾ അവർ പഠിച്ചിട്ടുണ്ട് ഈ ബന്ധത്തിൽ. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുന്നത്. അതവർക്ക് മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെപ്പറേഷനാണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സെപ്പറേഷൻ തന്നെയാണ് നിങ്ങളെന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രണയിക്കുന്ന സമയത്തെ അവരും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോഴാണ് നിങ്ങൾക്ക് അവരെയും മനസ്സിലാക്കി തുടങ്ങിയത്, അവർ നിങ്ങളെയും മനസ്സിലാക്കി തുടങ്ങിയത്. ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വാല്യൂ മനസ്സിലാക്കി കൊണ്ടുവന്നാലേ ഇവിടെ പൂർണ്ണതയിൽ എത്തുള്ളൂ. ഒരു വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ ഒരു സെപ്പറേഷൻ ആവശ്യമാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല പറയില്ലേ? ഇപ്പോൾ നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട്. Within 1 week, up to next January, after 2 weeks, in 26 days. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ചിന്തിക്കുന്നാൽ മാത്രമേ നമുക്ക് എന്തൊരു കാര്യവും സാധ്യമാവുള്ളൂ. 26 after 2 weeks up to next January, within 1 week. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ അടുത്തെത്തി എന്ന് പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ കാണുവാനും സംസാരിക്കുവാനുമുള്ള എല്ലാ സാധ്യതയുമാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.